നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിജയുടെ പടത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇപ്പം ഫാൻ ഷോയ്ക്ക് ഞാൻ പോയിട്ട് വന്നിട്ടിരിക്കുകയാണ്. 4 മണിക്കത്തെ ഷോയ്ക്കാണ് പോയത്. നമ്മൾ ഷോ എന്നല്ല, ഫാൻ ഷോയ്ക്ക് തന്നെയാണ് പോയത്. പടം അത്ര വലിയ ഹൈപ്പ് കൊടുക്കത്തക്ക പടമൊന്നുമില്ല എന്ന് പറഞ്ഞ് തീരെ മോശമൊന്നും പറയാൻ പറ്റുകയില്ല. എന്നുവെച്ചാൽ മോശമൊന്നും പറയാൻ പറ്റിയാലതിന് കാരണം അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അതായത് വീഡിയോ ക്വാളിറ്റിയും ഗ്രാഫിക്സും ഒക്കെ നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കഥയോ അല്ലെങ്കിൽ മാസോ അതിൻ്റെ BGM ഒന്നും വെച്ച് നോക്കിയാൽ നമുക്കൊരു നല്ലൊരു വിജയപടത്തിൻ്റെ ഒരു ഇമ്പ്രഷൻ ഒന്നും കിട്ടത്തില്ല. ചുമ്മാ ജസ്റ്റ് ഒരു പടം പോലെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് മെയിനായിട്ട്. പിന്നെ നമുക്ക് തുടക്കം തൊട്ടേ ഭയങ്കര ഇഴച്ചിൽ തോന്നിക്കും. ലാഗടിച്ചാണ് പോകുന്നത്. ഒരു മാസ് സീൻ നമുക്ക് ഉൾപ്പെടുത്താന്ന് വെച്ചാൽ നമ്മുടെ മറ്റു വിജയപടത്തിൽ കാണുന്ന പോലത്തെ ഒരു മാസ് സീൻ ഇതിൻ്റെ അകത്തില്ല. ഒരു നോർമൽ പടം ഇങ്ങനെ അങ്ങ് പോകുന്നു. അത് കഥ പറയാൻ വേണ്ടി തന്നെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഉപയോഗിക്കുന്നു. പക്ഷേ മെയിനായിട്ട് ഇതിനകത്ത് രക്ഷകനല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പോയിൻ്റ്. അപ്പോൾ രക്ഷകനല്ലാത്തതുകൊണ്ട് ഒരു കഥ വേണമല്ലോ, ആ കഥ ബിൽഡ് ചെയ്യാനായിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ഹാഫ് അതിൻ്റെ അകത്തൂടെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ BGM മടുപ്പായി പോയതാണ്. ഇപ്പോൾ എന്നാന്ന് പറഞ്ഞാലും നമുക്ക് BGM ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രസം വന്നു. പക്ഷേ ഇത് BGM ഭയങ്കര ശോകമാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നമുക്ക് തൃഷ വരുന്നത് ഭയങ്കര ഒരു രസമുണ്ട്. അവസാനം ഒരു സോങ്ങിൻ്റെ തൃഷ വരുന്നുണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒന്ന്. പിന്നെ നമ്മുടെ ജയറാമിൻ്റെയും പ്രഭുദേവയുടെയൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ ഓക്കെ, പെർഫോമൻസ് ബേസിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗ്രാഫിക്സും വിജയുടെ ചെറുപ്പം, നമുക്ക് മെയിനായിട്ട് അത് പറയേണ്ട ഒരു പോയിൻ്റാണ്. നമ്മുടെ ഈ ചെറുപ്പം കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിജയം വലിയ വിജയം നല്ല വൃത്തിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിള്ളേരുടെ രീതിയിൽ ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു വിജയം. അതായത് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു വിജയുടെ കാഴ്ചപ്പാട്, അകത്ത് ഇന്നർ ബനിയനും ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്തുള്ള ഷർട്ടും ഒക്കെ ഇട്ടുള്ള ആ ഒരു പഴയ വിജയം കൂടെ കൊണ്ടുവരാനുള്ള രീതിയിലായിട്ടാണ് സിനിമ കാണിച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ഒരു 10-15 വർഷം മുമ്പോഴത്തെ ഒരു വിജയം ഏകദേശം അതിനകത്ത് ഗ്രാഫിക്സിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കഥാപാത്രമായിട്ട്. പിന്നെ നമുക്ക് ഒരു മോശമായിട്ടൊക്കെ പറഞ്ഞാൽ കോമഡിയൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പോലത്തെ ഈ നിലവാരമില്ലാത്ത കോമഡികളൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ സുഹൃത്തിനെ വിളിക്കുമ്പം ഇവരിവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു സിനിമയ്ക്കകത്ത്, ഇതുപോലത്തെ ഒരു സിനിമയ്ക്കകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമുള്ള കോമഡികളൊന്നും അല്ല. പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു വിക്രം സ്റ്റൈലിലാക്കാൻ നോക്കിയെങ്കിലും അതൊന്നും അതിൻ്റെ അകത്ത് എറിച്ചിട്ടൊന്നുമില്ല. ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് സിനിമ മൊത്തത്തിൽ പോകുന്നത്. ആർക്കും ഒരു പഞ്ചിങ് ക്യാരക്ടറില്ല. അങ്ങനെയൊക്കെ കുറേ പോരായ്മകൾ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയതൊരു ഇതാണ്, നമ്മുടെ കരീഷ്മ ഈ പുതിയ ഇസഡന്മാർ നമ്മുടെ ഹാർലി ഡേവിഡ്സന്റെ പേര് 2 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇറക്കില്ല, അത് പിന്നെ നമ്മുടെ ഡൊമിനോർ, ഇതിൻ്റെയൊക്കെ ഒരു പ്രൊമോഷൻ ആണോ എന്നൊരു സംശയം തോന്നിക്കും. അതുപോലെ ഈ 3 വണ്ടികളും അതിൻ്റെ അകത്ത് പ്രൊമോ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലൊക്കെ നമ്മുടെ ഡൊമിനോറല്ല, ഹാർലി ഡേവിഡ്സൻ്റെ മറ്റേ എക്സ് എന്നുള്ള വണ്ടി, അത് നല്ല രീതി ഇമ്പ്രസ് ആക്കി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമിനോറിൻ്റെ ഒരു ഇത് ശരിക്കും എടുത്തിട്ടുണ്ട്, ഒരു ട്രേസിങ്. പിന്നെ ഇതും നമ്മുടെ കരീഷ്മാർ വെച്ചിട്ട് പുതിയ ഇസഡന്മാർ വെച്ചിട്ട് ഇത് 3 നല്ല രീതിയിൽ പ്രൊമോഷൻ ആണെന്ന് എനിക്ക് തോന്നിക്കും. നമുക്കൊരു വിജയുടെ പടത്തില്ലാത്ത അങ്ങനെ ഒരു വണ്ടി കാണിക്കാന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഇമ്പ്രസ് ആകുമല്ലോ, അതുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് പടം കാണാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്കകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് BGM, സോങ്, പുതിയ സോങ്ങുകൾ, അല്ല ക്യാമറ ആംഗിളുകൾ, ഡയറക്ഷനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ എഡിറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്തരത്തിലുള്ളൊരു BGM മ്യൂസിക്കോ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. നമുക്കൊരു ഇമ്പ്രസ്ഡ് ആകുന്നൊരു പാട്ടൊന്നും തന്നെ ഇല്ല, അതൊരു പോരായ്മയാണ്. പിന്നെ വണ്ടിയുടെ കാര്യവും പറഞ്ഞു. പിന്നെ iPhone 50 കാണാൻ പോകുന്നതിൻ്റെ അങ്ങനെ ഒരു ഐഫോണിൻ്റെ ഒരു പ്രൊമോ പോലെയുണ്ട്. പിന്നെ നമുക്ക് വണ്ടികളൊക്കെ കുറേ സ്വിഫ്റ്റും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വിഫ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു നമ്മളൊരു പഞ്ച് നായിക അത്ര പോരാ. നമുക്കൊരു നായിക കഥാപാത്രവും കൂടെ വന്നിട്ടൊരു ലവ് സീനും അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ലവ് സീനും ഒന്നുമില്ല. ഒന്നും തന്നെ നമുക്കൊരു ഫീലിംഗ് തോന്നുകയില്ലാത്ത രീതിയിലുള്ളൊരു സിനിമയായിപ്പോയി. നമുക്കൊരു ലവ് സീനാണെങ്കിലും ഫീലിംഗ് ഇല്ല, അല്ലെ ഇമോഷണലൊക്കെ നമുക്കൊരു മൊത്തത്തിലൊരു ഇമോഷനൊന്നും തോന്നത്തില്ല. ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. പിന്നെ പോയി ഒരു പ്രാവശ്യം കാണാനുള്ള നഷ്ടമൊന്നുമില്ല, അങ്ങനെ ഒരു ഇതിലങ്ങ് പോകാം. പിന്നെ ഫാൻ ഷോയ്ക്ക് പോയവരൊക്കെ തന്നെ തൂങ്ങി മടുത്തുമൊക്കെ ഇരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പ്രകമ്പനം കൊള്ളിക്കത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ പടത്തിൻ്റെ അകത്തില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. വിജയുടെ ഒരു മാസോ അല്ലെങ്കിൽ സ്റ്റണ്ട് സീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാസ് ഐറ്റമായിട്ട് അങ്ങോട്ട് വരുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ
3 മണിക്കൂർ എന്ന് വെച്ചാൽ 3 മണിക്കൂർ നീട്ടാനും മാത്രമുള്ള കഥ അതിനകത്ത് നിലവിലില്ല, സ്റ്റോറി അത്രയില്ല. അത് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. അത് വലിച്ചു നീട്ടുന്നതാണ് നമുക്ക് ശരിക്കും മനസ്സിലായി. ആ ഒരു ലാഗ് ഭയങ്കരമായിട്ട് അതിൻ്റെ അത് ഫീൽ ചെയ്യും. ഇപ്പം ഇതിൻ്റെ മുമ്പത്തെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാസം എന്ന് പറഞ്ഞാൽ പക്ക മാസം ആ ഒരു ഇതൊന്നും ഇതിൽ വന്നിട്ടില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ആൾക്കാരനുസരിച്ച് വ്യത്യാസം വരുമല്ലോ.